ഹായ് ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പൊങ്കാലയാണ്. ചെരുവിള ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ ഇപ്പോൾ പൊങ്കാലയുടെ കാഴ്ചകളാണ് കാണുന്നത്. പൊങ്കാലയുടെ കാഴ്ചകളും അന്ന് അമ്പലത്തിൽ നടന്ന സംഭവങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പൊങ്കാലയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇത് രാവിലെ ഒരു 7 മണിക്കുള്ള വീഡിയോ ആണ് കാണുന്നത്. ഇതിപ്പം നമ്മളെ പോറ്റിക്ക് മുണ്ടും തോർത്തൊക്കെ സെക്രട്ടറി കൊടുക്കുകയാണ്. സെക്രട്ടറി എന്ന് വെച്ചാൽ നമ്മളെ ഉണ്ണിമാമനാണ്. അമ്പലത്തിൽ തൊഴുവാനായിട്ടൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇത് വിത്തി ചേച്ചിയാണ്. പിന്നെ സുന്ദരമാമൻ അമ്പലത്തിൽ പൊങ്കാലയിടാനുള്ള കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സന്തോഷണ്ണൻ ഇലയൊക്കെ കൊണ്ട് വെച്ച്, എന്നിട്ട് ഉണ്ണിമാമൻ എന്താ പൂവും മാലയൊക്കെ കൊണ്ട് അവർ ഇരിക്കുകയാണ്. ഇത് ലെവിൻ പോറ്റിയാണ്. പോറ്റിതാ പൊങ്കാലയ്ക്കുള്ള ഇത് പടമൊക്കെ സെറ്റാക്കി മഞ്ഞളൊക്കെ കൊണ്ട് ഇതാക്കി, എന്നിട്ട് പോറ്റി ഗണപതി ഹോമം നടത്തുകയാണ്. അങ്ങനെ സുന്ദരമാമനും കൊച്ചുണ്ണി മാമനൊക്കെ എല്ലാവരും അമ്പലത്തിലുണ്ട്. ദൈവണ്ണൻ, ഹരിമാമൻ, ഇത് സന്തോഷൻ്റെ മോനും എൻ്റെ ബാവയുമാണ്. അങ്ങനെ എല്ലാവരും അമ്പലത്തിലുണ്ട്. പോറ്റിതാ പൂജ നടത്തുകയാണ്. ഇത് മഞ്ജു ചേച്ചിയാണ്. മഞ്ജു ചേച്ചി പൊങ്കാല ഇടുന്നില്ലെന്ന് പറഞ്ഞ്, പക്ഷേ മഞ്ജു ചേച്ചിയുടെ മോള് പൊങ്കാല ഇടുന്നുണ്ട്. മീനാക്ഷിയുടെ കൂട്ടുകാരിയും. പിന്നെ പൊങ്കാലയ്ക്ക് ഇങ്ങനെ ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനൊക്കെ ആളുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു ആവറേജായിട്ട് മൊത്തത്തിൽ 120 അടുപ്പാണുണ്ടായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ഇത് പിള്ളേഴ്സാണ്. ഞാൻ സ്കൂളോട്ടത്തിന് പോകാൻ നേരത്തെ കൊച്ചിനെ കാണും. പിന്നെ അവിടുത്തെ മോനാണ്. പിന്നെ അപ്പുറത്തെ കൊച്ചാണ്. പിന്നെ വെള്ളം നിറയ്ക്കുകയാണ് ഓമനയും അമ്മയും ലക്കിയും കൂടെ ചേർന്ന്. എന്നിട്ട് ഇതിപ്പോൾ പൊങ്കാലയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിയാണ്. ചൂടുവെള്ളം വേണ്ടവർക്ക് ലക്കി തീയൊക്കെ കത്തിക്കുകയാണ്. തീയൊക്കെ കത്തി കഴിഞ്ഞിരിക്കുകയാണ്. ജോണിയണ്ണനുണ്ട് അവിടെ. പിന്നെ പൊങ്കാല കാണാൻ വേണ്ടി ദീപണ്ണനും ശിവണ്ണനും പിന്നെ ആ വീട്ടിൽ വന്ന ആളും എല്ലാവരും ഉണ്ട്. ഇതാ വെള്ളം കലക്കാനുള്ള സാധനം വേണ്ടി പൊങ്കാലയ്ക്ക് കൊടുക്കാനുള്ള ചേട്ടനും പുതിയണ്ണൂടെ വെള്ളം കലക്കാനുള്ള സാധനം മേടിച്ച് ഹരിമാമൻ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് വെള്ളമൊക്കെ കലക്കാനുള്ള പരിപാടിയാണ്. വെള്ളമൊക്കെ കലക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പൊങ്കാലയ്ക്ക് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കൂളോട്ടം പോണ ലിയയും മിയക്കുട്ടിയാണ്. മിയക്കുട്ടി എൻ്റെ സ്വന്തം മോളാണ്, ചേട്ടൻ്റെ മോളാണ്. അങ്ങനെ ഗണപതി ഹോമത്തിൻ്റെ ഒരു അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റായിരിക്കുകയാണ്. നല്ല പുകയൊക്കെ ഉണ്ട്, ചെണ്ടമേളം എല്ലാം. ഒരു ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു വൈബാണ്. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള തീ കത്തിക്കാനുള്ള ഇത് നമ്മളടുപ്പിൽ കത്തിച്ചിട്ട് വേണം ഈ തീയും കൊണ്ട് വേണം പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അതിനുള്ള സെറ്റപ്പൊക്കെ നിർത്തിയാണ് പോറ്റി ഇപ്പോൾ തീ കത്തിക്കും. തീയൊക്കെ കത്തിച്ച് കർപ്പൂരമൊക്കെ വെച്ച് തീ കത്തിച്ചിരിക്കുകയാണ്. ഇനി ഈ തീയും കൊണ്ട് പൊങ്കാല ഇടുന്നവർ അടുത്തോട്ട് പോകും. ലെവിൻ പോറ്റി ആണ് തടെ കൊണ്ടുപോകണത്. ലെവിൻ പോറ്റി കൊണ്ടുപോവുകയാണ്. വയ്യ നടന്ന് പൊങ്കാലയ്ക്ക് തീ കൊളുത്തിരിക്കുകയാണ്. സൂപ്പറായിട്ട് തീ കൊളുത്തിരിക്കുകയാണ്. തീയൊക്കെ കൊളുത്തി അങ്ങനെ എല്ലാവരും വന്ന് തീയൊക്കെ കത്തിക്കുകയാണ്. ഒരു വേറൊരു വൈബ് പൊങ്കാലയാണ് കേട്ടോ. സത്യം പറയാല്ല, അനുഭവം വെച്ച് പറയണം. ഈ പൊങ്കാല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു അനുഭവമാണ്. ആ പൊങ്കാലയിൽ നിന്ന് കുറച്ച് പായസമൊക്കെ കുടിക്കുന്നതും അതൊരു വേറൊരു ലെവൽ സംഭവം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പൊങ്കാലയ്ക്ക് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെയാണ്. അതാ തീ കത്തി തുടങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തരും തീ കത്തി. ഇതെൻ്റെ വൈഫും ചേട്ടത്തിയോട് അവരും ഇത്തവണത്തെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ശോഭ ആൻറ്റി എല്ലാം പരിചയക്കാർ തന്നെ. അപ്പുറവും ഇപ്പുറവും മൊത്തത്തിൽ എല്ലാം അറിയുന്നവരാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരെയും എന്നും ഡേയും ആയിട്ട് എല്ലാവരെയും കാണുന്നതാണ്. അങ്ങനെ മൊത്തത്തിലൊരു പൊങ്കാല വൈബാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്, വേറെ ലെവൽ. അങ്ങനെ ഏകദേശം ഇങ്ങനെ കത്തിയൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും കത്തി ഈ മൊത്തത്തിൽ 1 2 3 4 5 വരി ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ഒരു വരി ഫ്രണ്ടിൽ. ഇതിപ്പം എല്ലാ വരി ഇപ്പം 4ാമത്തെ വരിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. മൊത്തത്തിൽ എല്ലാവരും ഈ സാധാ ചട്ടി ഉണ്ടായിരുന്നു, അല്ലാതെ ഉള്ള ചട്ടി മറ്റേ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ, മറ്റേ അലൂമിനിയത്തിൻ്റെ ചട്ടി ഉണ്ടായിരുന്നു. ഇപ്പം ഇതൊക്കെ എല്ലാവരും അറിയുന്നവരാണ് കേട്ടോ. ഇത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇത് പറഞ്ഞ് പറയാം. ഇത് വിത്തി ചേച്ചി അരി കഴുകുകയാണ്. ഗിരിജ ചേച്ചി അരി കഴുകുകയാണ്. ഇങ്ങനെ അരി കഴുകാനുള്ള ടൈമായി. ഇപ്പോൾ കിണ്ണമാമൻ നമ്മുടെ കിണ്ണമാമൻ സ്റ്റാൻഡിൽ വണ്ടി ഓടുന്നതാണ്. കിണ്ണമാമനും ഉണ്ട്.
അങ്ങനെ മൊത്തത്തിൽ ഇപ്പം അരിയൊക്കെ കഴുകി തുടങ്ങി കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ പൊങ്കാല ഇടുന്നവരെ മക്കളാണ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അരിയൊക്കെ കഴുകി ഇങ്ങനെ എടുത്തിട്ട് അരിയൊക്കെ കഴുകിയതിന് ശേഷം ഇങ്ങനെ പയ്യെ ഇങ്ങനെ വെന്ത് വരുമ്പം ശർക്കരയും തേങ്ങയും അതൊക്കെ നല്ല വേറൊരു ലെവൽ പൊങ്കാലയാണ് ഇത്തവണത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ ഇങ്ങനെ കൈയൊക്കെ കൊട്ടി ഇതാക്കി ഭഗവാനെ പൊങ്കാല നല്ലപോലെ തന്നെ വേണം പെട്ടെന്ന് തിളയ്ക്കണേ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇതാ പച്ചരിയൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ്. അതാ കൊച്ച് കരയെന്നും പറഞ്ഞ് രമണി ചേച്ചി കൊച്ചിനെ അമ്മേരെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കൊടുത്ത് അങ്ങനെ തീയൊക്കെ കത്തി എല്ലാവരും ഏകദേശം മിക്കവരും അരിയൊക്കെ ഇട്ട് അവളിട്ട് വെള്ളം തികഞ്ഞില്ല. അപ്പം മക്കളെ കൊണ്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ വെള്ളം വേണ്ടവർ മൊത്തം കൊച്ചുണ്ണി മാമൻ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. എല്ലാം വെള്ളമൊക്കെ കൊടുക്കാനും ഇത് നമ്മുടെ ഷൈനണ്ണനാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങളും. ഞാൻ എൻ്റെ കയ്യിൽ കൊച്ചായിരുന്നു. ഞാൻ ലിയേനെയും മേരിക്കുട്ടീനെയും കൊച്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് കൊച്ചുണ്ണി മാമൻ ലൈസ ചേച്ചിക്ക് വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. മൊത്തത്തിൽ കൊച്ചുണ്ണി മാമൻ നല്ല ആക്റ്റീവും എല്ലാം നല്ല ആക്റ്റീവായിട്ട് കിണ്ണു മാമൻ ഇതാ വെള്ളം തീർന്നു പറഞ്ഞ് ഇതാ പൈപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതാ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഏകദേശം ഇങ്ങനെ പൊങ്കാല ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏകദേശം ഇങ്ങനെ പൊങ്കാല ഇങ്ങനെ അരിയൊക്കെ ഇട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന ഓരോരുത്തരായിട്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂപ്പണുണ്ടേ, 20 രൂപ കൂപ്പൺ പ്രൈസൊക്കെ ഉണ്ട്. 2 പേർക്ക് 10 കിലോ അരി വെച്ചുണ്ട്. പിന്നെ 15 പേർക്ക് സാരി ഉണ്ട്, മറ്റേ സെറ്റ് സാരി പട്ട് സാരി അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. ദിവ്യ ചേച്ചിയൊക്കെ ഇങ്ങനെ തളർന്ന് പോയൊക്കെ അടിച്ച് ഇതൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ മിക്കവരെയും ഇങ്ങനെ പൊങ്കാല ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ തിളയ്ക്കുന്നുണ്ട് പൊങ്കാല. അതൊക്കെ തന്നെ കാണുമ്പം തന്നെ നമ്മളെ മനസ്സിനൊരു പൊങ്കാലയ്ക്കെന്ന് വെച്ചാൽ നമ്മളെ എല്ലാ അയൽപ്പക്കത്തിലുള്ളവരും അല്ലാത്തവരും എല്ലാവരും പൊങ്കാല ഇടണം. തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടെങ്കിൽ പൊങ്കാല ഇടണം. പൊങ്കാല ഇട്ടാൽ ആ ഒരു വൈബെന്നല്ല പറയണ്ടേ, ഇപ്പോഴത്തെ നമ്മളെ ന്യൂ ജനറേഷനിൽ ലക്കിയാണ് അപ്പുറത്തെ സൈഡിൽ, ലക്കിയും സന്തോഷനും കൂടെയാണ് അപ്പുറത്തെ സൈഡിൽ കൂപ്പൺ കൊടുക്കുന്നത്. പൊങ്കാല ഇട്ടാൽ എല്ലാവർക്കും ഉണ്ട് കൂപ്പൺ, പ്രൈസും ഉണ്ട്. ഇത്തവണ ഇച്ചിരി കൂടെ നല്ല വിപുലമായിട്ട് നല്ല അടിപൊളിയാണ്. നമ്മളെ പയ്യന്മാർ വന്നിട്ടുണ്ട്, മനോജണ്ണൻ്റെ. പിന്നെ അതിൻ്റെ ഇടയിൽ ബിജുവണ്ണനെ കണ്ട് നല്ല ബിജുവണ്ണ ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് പോവുകയാണ്. ഞാൻ അമ്പലത്തിനകത്തിട്ട് പോയിട്ട് ആ വെള്ളം കൊണ്ട് ഇമാർ വന്നിരിക്കുകയാണ്, നമുക്ക് വെള്ളം കൊടുക്കാമെന്നുള്ളൊരു ഇതിൽ. അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഏകദേശം ആയി കേട്ടാ, തിളച്ച് സെറ്റായിട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇതാ ശർക്കര എടുത്തിട്ടിരിക്കുകയാണ്. വിദ്യ ചേച്ചി ഇതാ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ സമയമായി. അപ്പം ഏകദേശം പൊങ്കാല ആയെന്നാണ് ഒരു ഇത് കേട്ടത്. അങ്ങനെ വിദ്യ ചേച്ചിയും എല്ലാവരും അടുത്ത തേങ്ങ എടുത്തിടുന്നു. അങ്ങനെ ഏകദേശം പൊങ്കാല സെറ്റായി. അങ്ങനെ ആദ്യമായിട്ട് പൊങ്കാല സെറ്റായതാണ് നമ്മളെ ശ്രീദേവി ചേച്ചിയുടെ പൊങ്കാല ഫസ്റ്റിൽ തന്നെ ഇതായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അടുത്തുള്ളതാണ്, എല്ലാവരും അടുത്തുള്ള എല്ലാവരും നല്ല സ്നേഹമാണ്. വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് നമ്മളെ അമ്മാമ്മയാണ്, ജിക്കുവിൻ്റെ അമ്മാമ്മ, നമ്മളെ അമ്മാമ്മ ഇങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉഷമാമി എല്ലാവരും ഉണ്ട്. പേര് പറയുകയാണെങ്കിൽ ഇഷ്ടം എല്ലാവരും പേര് പറയേണ്ടി വരും മിക്കവാറും. അങ്ങനെ പൊങ്കാലയൊക്കെ ഏകദേശം മിക്കവരെയും പൊങ്കാല ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് പൊങ്കാല ഇടുന്നൊരു അപ്പൂപ്പനാണ്, അല്ല അമ്മുമ്മയുടെ ഭർത്താവ് അപ്പൂപ്പനാണ്. കാത്തിരിക്കുകയാണ് പൊങ്കാല കിട്ടാൻ. അതിൻ്റെ ഇടയിൽ ലിയ വെള്ളം കുടിക്കുന്നത്, ബേക്കുട്ടി വെള്ളം കുടിക്കുന്നത്, പിന്നെ എൻ്റെ മോളും വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിച്ചിട്ട് ഞാനും ബാക്കി കുടിച്ച്. അങ്ങനെ ഇടയ്ക്കിതാ വെള്ളം ചരുവത്തിൽ കൊണ്ടുപോയി നല്ല അതല്ല പച്ചവെള്ളമാണത്. അങ്ങനെ ചിലർ പഴമൊക്കെ ഇടുന്നുണ്ട്, ചിലരെല്ലാം മിക്കവരും പഴമൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അരിഞ്ഞ് ഇതാണ്. അങ്ങനെ ഐതിയും ലിയയും കൂടെ പൊങ്കാല ഇങ്ങനെയൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഇനി വെള്ളം എല്ലാവർക്കും ഈ വെള്ളം നമ്മൾ സെറ്റാക്കിയിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, പൊങ്കാല ഇടുന്ന സ്ഥലത്ത് തന്നെ വെള്ളം കൊടുക്കുകയാണ്. ആരും അങ്ങനെ ഈ വെള്ളം കുടിക്കാതെയും ഇങ്ങനെ. ഇത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ വീട് അങ്ങനെ പോണ വഴിക്ക് നമ്മൾ കാണുന്നത് തന്നെയാണ്. അങ്ങനെ ഇത് ഇങ്ങനെയാണ് കേടിച്ചിരിക്കുകയാണ്. എന്നെയും കാണോ വീഡിയോയിലെന്ന് പറഞ്ഞ് നല്ല പൊങ്കാല സമർപ്പിക്കുന്ന ജനങ്ങൾ, പൊങ്കാല അർപ്പിച്ച് നിൽക്കുന്നവർക്ക് അതാത് അടുപ്പിന്റെ സമീപത്ത് പ്രഭാത ഭക്ഷണം നിങ്ങളുടെ കൈകളിൽ എത്തിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആ പന്തലിലേക്ക് പോകണമെന്നില്ല, കമ്മിറ്റി അറിയിക്കുന്നു. ഇത് നമ്മളൊരു പയ്യനാണ്, എല്ലാ ഉത്സവത്തിനും വരും, പാവമാണ്, നല്ലൊരു പയ്യനാണ്.
ഇച്ചിരി പിന്നെ ഒരു കൂട്ടുകാരൻ നമ്മൾ കൊച്ചു വന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞില്ലേ, അത് ഞാൻ പറയാം. ഇതൊരു കൂട്ടുകാരൻ്റെ കുഞ്ഞാണ്, വിഷ്ണുവിൻ്റെ രണ്ടാമത്തെ സന്തതിയാണ് ഇത്. അടുത്തൊരു വീട്ടിലെ കൊച്ചാട്. അങ്ങനെ പൊങ്കാല ഏകദേശം കഴിഞ്ഞ് ഏകദേശം ആയി കേട്ടാ. ഒരു എല്ലാവരും മിക്കവരും ഏകദേശം പൊങ്കാലയൊക്കെ ഇട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇത് രമേൻ്റെയാണ്. അങ്ങനെ എല്ലാം പൊങ്കാല ഒരു മുക്കാൽ പാതി പേരും പൊങ്കാല കഴിഞ്ഞ്. ഇത് അമ്പലത്തിലിടുന്ന പൊങ്കാലയാണ്. ഇത് ഏകദേശം ഇങ്ങനെ ഒരു മുക്കാൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മളെ അടുത്ത വീട്ടിലെ കൊച്ചും പെണ്ണുമാണ്. ഇത് ലൈഫ് ചേച്ചിയും സരിത ചേച്ചിയാണ്. എല്ലാവരും ഉണ്ട്. ഇത് അപ്പുറത്തെ തെറ്റിക്കുളത്തെ അമ്പലത്തിലെ അപ്പമങ്കാവിലെ അവിടുത്തെ പയ്യന്മാരും മാമനും നമ്മൾ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഈ സന്തോഷം നല്ല ആക്റ്റീവാണ് കേട്ടോ. ഇങ്ങനെ മൊത്തം അമ്പലത്തിലായിട്ടൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുകയാണ്. തീർത്ഥവും ചന്ദനവും എല്ലാവരും. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പൊങ്കാല ഇട്ട ചേച്ചിമാരാണ് ഇതൊക്കെ തീർത്ഥമൊക്കെ വാങ്ങാൻ വേണ്ടി വന്നത്. ഈ തീർത്ഥവും ചന്ദനവും ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നത്. പിന്നെ ഇത് ശ്രീധരനാണ്. ശ്രീധരനെ നമ്മളെ സഹായിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി വന്നാക്കിയാണ് പാവം. അങ്ങനെ അമ്പലത്തിലെ പൊങ്കാലയും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കൂപ്പനാണ്. കൂപ്പൻ നമ്മൾ ഞറക്കാണല്ലോ. അപ്പോൾ കൂപ്പനൊക്കെ മടക്കി ദീപണ്ണനും ഉദയണ്ണനും ശിവണ്ണനും എല്ലാം കൂടെ കൂപ്പനൊക്കെ മടക്കി ഇതിലിട്ടാണ്, കുടത്തിലിട്ടിട്ടാണ് നമ്മൾ കൂപ്പൻ സെറ്റാക്കുന്നത്. കൂപ്പൻ ഏകദേശം ഒക്കെ മടക്കി കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടുത്തത് മൃത്യുഞ്ജയ ഹോമമാണ്. മൃത്യുഞ്ജയ ഹോമമൊക്കെ ഏകദേശമായി. ഈ മൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞിട്ടാണ് പോയി കൂപ്പൻ എടുത്തിട്ടാണ് ഈ പൊങ്കാല ഇത് വെള്ളം കുടയുന്നത്. അങ്ങനെയാണ് പൊങ്കാല അവസാനിക്കുന്നത്. അങ്ങനെ കൂപ്പൺ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അജിൻ വന്നിരിക്കുകയാണ്. അജിൻ കൊച്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കൂപ്പൻ ഞറക്കെടുക്കാനുള്ള സമയമായി. അങ്ങനെ ഒരേ കൊച്ചുങ്ങളെയും കൊണ്ട് കൂപ്പൺ എടുക്കുകയാണ്. മൊത്തത്തിൽ ഞാൻ കൂപ്പൻ്റെ ഇത് മൊത്തത്തിൽ ഇട്ടിട്ടില്ല. അങ്ങനെ സമയം നമ്മൾ ലാഗ് അടിക്കണമെന്ന് വെച്ചാണ് കൂപ്പൺ ഇത് മൊത്തം ഇട്ടത്. ഫസ്റ്റ് പ്രൈസ് നമ്പർ എത്രയായിരുന്നു? നമ്പർ 54 അത് നമ്മൾ അടുത്തുള്ള ചേച്ചി തന്നെയാണ്. ചേച്ചി സമ്മാനം വാങ്ങുന്നതൊന്നും എനിക്ക് വീഡിയോ കിട്ടിയില്ല. ഞാൻ അപ്പം വേറെ സ്ഥലത്തായിരുന്നു. അങ്ങനെ ഏകദേശം ഇങ്ങനെ 2-3 സമ്മാനം ഞാൻ കൂപ്പണിൻ്റെ ഇത് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഇത് പട്ടുസാരി ഉണ്ട്, 15 പട്ടുസാരി ഉണ്ട്. അത് 3 പട്ടുസാരി ഫ്ലവേസ്റ്റും പിന്നെ 2 വേറെ ആരാണ്, ഞാൻ പേര് ഞാൻ മറന്നുപോയി. പിന്നെ 10 പേര് വെളിപ്പെടുത്താത്ത ഒരാളാണ്. പിന്നെ 10 കിലോ അരി വെച്ച് 2 പേർക്കുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കൂപ്പണിൻ്റെ കാര്യം സാരി അതൊക്കെ ഒരു പൊങ്കാലിടുന്നവർക്ക് ഇതൊരു ഭാഗ്യത്തിൻ്റെ കളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരു വല്ലാത്തൊരു വൈബാണ് സത്യത്തിൽ. എന്തായാലും ഇത് മിയക്കുട്ടിയാണ് എടുക്കുന്നത്. മിയക്കുട്ടിയൊക്കെ ആരൊക്കെ എടുത്ത് കൊടുത്ത് എന്തായാലും കിട്ടുന്നവർക്ക് ഭാഗ്യം. അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. കൂപ്പണും കഴിഞ്ഞ് പൊങ്കാല അവസാനിക്കാനുള്ള ടൈമായി. വെള്ളമൊക്കെ കുടഞ്ഞ് പൊങ്കാല ഇത് അവസാനിക്കാൻ വേണ്ടി പോറ്റിയും ലെവിൻ പോറ്റിയും കൂടെ അങ്ങോട്ടോട്ട് പോവുകയാണ്. ഏകദേശം പോറ്റിയും ഉദയണ്ണനുണ്ട് കൂടെ. പൊങ്കാലയുടെ ടൈം കഴിയാൻ പോവുകയാണ്. അങ്ങനെ വെള്ളം കുടഞ്ഞ് പൊങ്കാല തീരാൻ പോവുകയാണ്. അതിനുവേണ്ടി പോറ്റിയും ലെവിൻ പോറ്റിയും ഉദയണ്ണനും വന്നിരിക്കുകയാണ്. അങ്ങനെ പൊങ്കാല കുടഞ്ഞ് ഇനി പൊങ്കാല കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് പൊങ്കാലയുടെ അന്ത്യം എന്ന് പറയുന്നത്. അങ്ങനെ പൊങ്കാലയൊക്കെ അതിഗംഭീരമായ പൊങ്കാലയായിരുന്നു. അതിയുടെ എല്ലാ വെള്ളമൊക്കെ കുടഞ്ഞ് എല്ലാം കുടഞ്ഞ് ഇനി അങ്ങോട്ട് പ്രഭാത ഭക്ഷണമാണ്. ഇഡ്ഡലിയും സാമ്പാറുമാണ്. നല്ല സൂപ്പർ കിടിലം ഇഡ്ഡലി സാമ്പാറും. അങ്ങനെ അതിൻ്റെ ഇടയിൽ പൊങ്കാല വാങ്ങാൻ വേണ്ടി അത് അങ്ങനെയാണ്. പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പൊങ്കാല തിന്നണ്ടേ നമുക്ക്. അപ്പോൾ പൊങ്കാല വാങ്ങാൻ വേണ്ടി കുറച്ച് പേരുണ്ടായിരുന്നു. ഞാനും വാങ്ങി തിന്നായിരുന്നു. അതിൻ്റെ പൊങ്കാലയൊക്കെ തിന്നിട്ട് ഇനി ഇഡ്ഡലിയും സാമ്പാറും അവിടെ ഈ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടി. അല്ലാത്തവർക്കും നമ്മൾ ഇഡ്ഡലി സാമ്പാറും കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടി പൊങ്കാല ദീപൊളിയനും ശിവണ്ണനും ചേട്ടനും എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല നല്ല വൈബായിട്ട് തന്നെ നിന്നത്. എല്ലാം നല്ല സെറ്റായിട്ട് മുരളി മാമനും ഉണ്ട്. നല്ല എല്ലാവർക്കും ദിവ്യ ചേച്ചിയൊക്കെ അങ്ങനെ കഴിക്കുകയാണ്. എല്ലാവരും ഞാൻ എടുത്തിട്ടില്ല കഴിക്കുന്നതായിട്ട്. കിട്ടുന്നവരെങ്കിൽ എടുത്ത് ഇനി വരിയിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ അല്ലാത്തവരൊക്കെ ഇങ്ങനെ അല്ലാത്തവർക്കും കഴിക്കാനുള്ള പൊങ്കാലയും ഇഡലിയും സാമ്പാറും എല്ലാം ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ നല്ലൊരു ഉത്സവത്തിൻ്റെ തുടക്കമാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൽ. ആ പൊങ്കാല അതിഗംഭീരമായിട്ട് നടന്നു. നല്ല ആളുണ്ടായിരുന്നു. ഒരു ലാഗും ഇല്ലായിരുന്നു. പ്രഭാത ഭക്ഷണമാണെങ്കിൽ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പൊങ്കാലയും കഴിഞ്ഞ് എല്ലാവരും കുറച്ച് പേരൊക്കെ പോയി. അടുപ്പും കുറച്ച് പേര് മാത്രമായി ബാക്കിയായി. ഇനി ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഉത്സവത്തിൻ്റെ കാഴ്ചയായിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ. ഓക്കെ.